ഹായ് മക്കളുമാരെ, എന്താണെന്നറിയാമോ? പപ്പായ അധികം മൂക്കാത്ത, അതായത് പൊട്ട് പപ്പായയാണേ. വലിയ സൈസായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് തോരൻ വെക്കാം. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? നമുക്കതിന് 4ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഇത്രയും എനിക്ക് വേണ്ട ഇപ്പം. അപ്പം എനിക്ക് 4-1 മതി. അപ്പം ഞാനതിൻ്റെ 4-1 എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം ഇത് 2 പീസാക്കിയേ. 2 പീസ് എനിക്കിതിൽ 1 പീസ് മതി. 1 പീസ് നമുക്ക് ചെത്തിയെടുക്കാം. ഓക്കെ, കണ്ടോ? ഈ പാകത്തിന് ഇങ്ങനെ അരിയണം. ഇനി നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ ചെറുതായിട്ട് അടിക്കാം. അടിക്കുമ്പോഴത്തേന് ഇതായിട്ട് കിട്ടും. കാണിച്ചു തരാവേ. ഇനി അരയ്ക്കാൻ വേണ്ട ചേരുവകയെന്ന് പറയുന്നുണ്ടോ? മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഇതിൻ്റെ പകുതി വേണ്ട തേങ്ങയുടെ, ഇതിൻ്റെ പകുതി തേങ്ങ. അത്രയും വേണ്ട തേങ്ങ വേണ്ട, ഞാൻ തിരികെ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പകുതി തേങ്ങ വേണ്ട. ഇത് പൊടിച്ചപ്പം കണ്ട, മിക്സിയുടെ ജാറിയിട്ട് പൊടിച്ചപ്പം കണ്ട തേങ്ങ. ഇനി മഞ്ഞൾപ്പൊടി നമുക്കിടാം. അതില്ല ഇടാ, ഇട്ട് മിക്സി ജാറിലിടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. കുറേ മഞ്ഞൾപ്പൊടി ഇടണം. കറിവേപ്പിലേക്ക് കൂടെ നമുക്കതിലിടാം. നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നല്ല ഒരു പിടി ഉഴുന്ന് കണ്ടോ, അതിലും കിട്ടും. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഒരു ബ്രൗൺ കളർ, അത്ര ബ്രൗൺ ആവണ്ട, ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇതൊക്കെ ഇല്ലേ, പപ്പായ അരപ്പ് ഉണക്കി കണ്ടോ. നമ്മുടെ ഉഴുന്ന് കണ്ടോ, ഒരു കളറൊക്കെ മാറി വരുന്നുണ്ടല്ലേ. ഇച്ചിരി ഇടാവണേ, നല്ല മണം വരും കേട്ടോ. എന്നാ പപ്പടമൊക്കെ ഇല്ലേ, പപ്പടമൊക്കെ മൂപ്പിക്കുമ്പോൾ നമുക്കൊരു മണം വരില്ലേ. ഇനി നമുക്കതാ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ഇല്ലേ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പപ്പായ ഇട്ട് ചരപ്പില്ലേ, അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി തട്ടി പൊട്ടി നമ്മൾ ഇനി നമുക്കിതിനെ അടച്ച് വേണം വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, ചെറിയ തീയിലാണ്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആവി വരും. ശരി, അല്ല ചെറുതായിട്ട് ആവിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ എന്താ മണം കണ്ട, അടിപൊളിയായിട്ട്. നമുക്ക് ഉപ്പുണ്ടോ വെന്തു. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം ചെറിയൊരു ആവി മതി. ഇത് ഇത്ര ഉപ്പും കൂടെ നമുക്കിടാം. ശരി, എന്നിട്ട് ഇനി ഇളക്കി വെച്ച് കൊടുക്കാം. അടിപൊളി പപ്പങ്ങ തോരനാണ്. നല്ല ടേസ്റ്റാണ്, നല്ല വൈറ്റമിനാണ്. പിന്നെ നമ്മുടെ ഈ കോവിഡൊക്കെ വന്ന സമയത്തെ പപ്പങ്ങ തോരൻ കഴിക്കാൻ പറയുമായിരുന്നു. പപ്പങ്ങ നല്ല വൈറ്റമിനുള്ള സാധനമാണ്. വൈറ്റമിൻ എന്തോ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കും. ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി തരും. നല്ല സ്കിൻ ഗ്ലോ ഉണ്ടാവും. ഇതൊക്കെ ഉള്ളൂ പറയാം. ഓക്കെ, ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ല, ഇത്ര. ശരി, അടിപൊളി.